നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് ഇപ്പോൾ ഒരേ സമയം 4 ഡിവൈസിൽ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുള്ളവരും അറിയാമല്ലോ. അറിയാത്തവർ അറിഞ്ഞുകൊള്ളുക. ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരേ നമ്പറിൽ 4 ഫോണിൽ അല്ലെങ്കിൽ 4 കമ്പ്യൂട്ടറിനകത്ത് വാട്സാപ്പ് ഉപയോഗിക്കാൻ പറ്റും. മുമ്പൊക്കെ നമുക്ക് ഒരു ഫോണിനകത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഇനി മുതൽ അങ്ങനെയല്ല. ഇപ്പോൾ അങ്ങനെയല്ല, 4 ഡിവൈസിൽ വരെ ഒരേ സമയം വാട്സാപ്പ് സെയിം നമ്പറിൽ ലോഗിൻ ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊരു വാട്സാപ്പിൻ്റെ ഒരു ഫീച്ചറായിട്ട് കൊണ്ടുവന്നതാണ്, ഒരു നല്ല കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ അത് ഒരുപാട് പേര് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഫോൺ ഒരാളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ നമ്പറിലുള്ള വാട്സാപ്പ് അയാളുടെ ഫോണിനകത്ത് ലോഗിൻ ആക്കി ഇടാൻ പറ്റും. നമ്മളത് പെട്ടെന്നൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല. നോർമലി നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ നമുക്ക് വരുന്ന എല്ലാ മെസ്സേജുകളും ആൾക്ക് കിട്ടും. നമുക്ക് വരുന്ന ഫോട്ടോകൾ, വീഡിയോകൾ, അതുപോലെ തന്നെ വരുന്ന മെസ്സേജുകൾ അതെല്ലാം തന്നെ അയാൾക്ക് വായിക്കാൻ പറ്റും. അയാൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമ്മുടെ വാട്സാപ്പ് നമ്മുടെ ഫോണിൽ കിട്ടുന്ന അതേ കണക്ക് തന്നെ അയാളുടെ ഫോണിലും കിട്ടും. അപ്പോൾ വാട്സാപ്പിൻ്റെ ഒരു പുതിയ ഫീച്ചറിനെ ഒരുപാട് പേര് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ വേറെ ആളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് ഇതുപോലെ ചെയ്ത് വയ്ക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫോൺ ഇതുപോലെ ആരെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ട്, വാട്സാപ്പിൽ ആരും ചെയ്ത് വെച്ചിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് സിമ്പിളാണ്. വാട്സാപ്പ് ഓപ്പൺ ആക്കുക, മുകളിലത്തെ 3 ഡോട്ടിന് ക്ലിക്ക് ചെയ്യുക, അവിടെ ലിങ്ക്ഡ് ഡിവൈസ് ഉണ്ടാവും, അതെടുക്കുന്ന സമയത്ത് ഒരു ക്യാമറയാണ് ഓപ്പണായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അതിന് പകരം ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഏതെങ്കിലുമൊക്കെ ഫോണിൻ്റെ പേരോ ഏതെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ പേരോ ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്തിട്ട് ലോഗൗട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേഫായി. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. എന്നാലും അറിഞ്ഞാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രായമായിട്ടുള്ള ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇതുപോലെ ഫോൺ അലക്ഷ്യമായിട്ട് ആരുടെയും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. എല്ലാവരോടും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയുക.